3 ആയിട്ടുള്ളത്, അതായത് 3 സെക്ഷൻ ആയിട്ട് ഇട്ടുതരാം. ഓക്കെ. ഓക്കെ, PDF നോട്ട്സ് ആണോ ഉദ്ദേശിക്കുന്നത്? PDF ഉണ്ട്. അതെ, PDF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, നമുക്കിപ്പോ ടീച്ചേഴ്സ് എടുക്കുന്ന ടെക്സ്റ്റ് ഇല്ലേ, അതിന്റെ PDF ആണ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ വിട്ടേക്കണ PDF അല്ലേ? അതന്നെ. ഓക്കെ. ഓക്കെ, വാട്സപ്പ് ലിങ്ക് ഒന്നും കൂടെ അയക്കാമോ? ഇന്നലെ ഫാർമസി ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഫാർമസി ഞങ്ങൾക്ക് വാട്സപ്പിന്റെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ മാം. കിട്ടി. കുറച്ചു പേർക്ക് കിട്ടി മാം, കുറച്ചു പേർക്ക് കിട്ടിയില്ല, അതാണ് ഇപ്പത്തെ പ്രശ്നം. ഓക്കെ. പിന്നെ ഗ്രൂപ്പൊക്കെ തുടങ്ങിയ, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയ, അപ്പൊ അതിന് ഷെയർ ചെയ്താൽ മതിയല്ലോ. ഞങ്ങള് ഇന്നലെ തുടങ്ങിയവർക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നവർക്ക് ഇല്ലാന്ന് പറയുന്നവർക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബാക്കി ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവര് കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഈ നോട്ട്സ് നമ്മൾ എടുക്കുന്ന ഭാഗങ്ങളുടെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മ ക്ലാസ് എടുക്കുന്ന പോർഷൻസ്. ഈ നമ്മുടെ ഗ്രൂപ്പില് ഹലോ. യെസ് മാം. ഓക്കെ, ഇന്നലെ നമ്മ ഏതെടുത്തേ? ഫാർമസി. യെസ് മാം, ഫാർമസിയിലെ എക്യുപ്മെന്റ്സ് ആണ് ഇനി എടുക്കേണ്ടത്. ഓക്കെ. നമുക്ക് ഇന്നലെ എടുത്ത ഭാഗം ഒന്നും കൂടി ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. ആദ്യം എന്താ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ, ഫാർമസി എന്താണെന്ന് പറഞ്ഞ് അവിടെ എന്തൊക്കെ ഫാർമസിയിൽ എന്തൊക്കെ പറയാമോ? മാമിന്റെ പേരൊന്ന് പറയാമോ? ഇന്നലത്തെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. വാഹിദ. എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്? മെഡിസിൻസിന്റെ ഡിസ്ട്രിബ്യൂഷന്, പാക്കേജിങ്, ടെസ്റ്റിംഗ്, സ്റ്റോറിങ്, ഡിസ്പെൻസിങ്, കോമ്പൗണ്ടിങ്, സ്റ്റോറേജ്, പ്രൊക്യൂർമെന്റ്, ഇതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, എഡ്യൂക്കേഷനും റിസർച്ചുമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ സർവീസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എന്താ, ഈ ഹോസ്പിറ്റൽ ഫാർമസി ആരാണ്? പ്രൊഫഷണലി എഫിഷ്യന്റ് ആയ ഒരു ഫാർമസിസ്റ്റ് ആണ് ഈ ഫാർമസി കൈകാര്യം ചെയ്യുന്നത്. പിന്നെന്താ, ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്താണ്, മെഡിസിൻസ് ഓർഡറിംഗ് ഉണ്ട്, ക്വാളിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്, സ്റ്റോറിംഗ് ഉണ്ട്. പിന്നെ ഈ മെഡിസിൻസ് എന്തൊക്കെ സെക്യൂരിറ്റി അത് ഈ ഫാർമസിയിൽ നോക്കുന്നുണ്ട്. പിന്നെന്താണ്, കൂടാതെ ഫാർമസിയില് അഡ്വക്കേറ്റ് ആയിട്ടുള്ള മെഡിസിൻ സപ്ലൈയും കൂടി നടക്കുന്നുണ്ട്. അതാണ് ഇൻട്രൊഡക്ഷൻ. പിന്നെ എന്താണ്, ഫങ്ഷൻസ് പറഞ്ഞിരുന്നു നമ്മളെല്ലാം. ആരെന്താ ഉണ്ടാക്കേ? ഫങ്ഷൻസ് എന്തൊക്കെയാ പറഞ്ഞ? പേഷ്യന്റ് കൗൺസിലിംഗ്, വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സ്, പിന്നെ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ ഹോസ്പിറ്റലിൽ പർച്ചേസ്, പിന്നെ നമുക്ക് ഹോസ്പിറ്റലിന്റെ സോഴ്സ് ക്വാളിറ്റി, കോസ്റ്റ്, സപ്ലൈ. പിന്നെ കൂടാതെ ആ മെഡിക്കൽ ഫാർമസിക്ക് ആവശ്യമായ നീഡഡ് മെഡിസിൻസിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കണം. Keep good relationship between medical and nursing and the patient. Okay. And patient counseling. അതൊക്കെയാണ് നമ്മ ഫംഗ്ഷനിൽ പറഞ്ഞത്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിരുന്നു അല്ലേ? Yes ma'am.
to take part of റിസർച്ച് പ്രൊജക്ട് ഗവേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഫാർമസി. പിന്നെന്താ, ഹോസ്പിറ്റലിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു കോപ്പറേഷനും കോർഡിനേഷനും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഫാർമസിക്ക് സാധിക്കും. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഫാർമസിയിലെ പോളിസീസ് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഉപയോഗിക്കുന്ന എന്താണ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് നഴ്സസ് ഫോർ പേഷ്യൻസ്. അതെന്താ, എന്തിനെ കുറിച്ചുള്ള കൗൺസിലിംഗ് ആണ് അവർക്ക് കൊടുക്കുന്നത്? യൂസ് ചെയ്യുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, പിന്നെ എന്തെങ്കിലും ദോഷങ്ങളോ വിഷാംശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെന്താണ്, നിർത്തലാക്കിയ മരുന്നുകള്, ഹോസ്റ്റൽ ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻ. Hello? Coordinate and cooperative with other departments of the hospital. Okay. ഒരു മിനിറ്റ്. ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞിരുന്നു, കേൾക്കുന്നില്ലേ? Yes, ma'am. Yes. Yes, ma'am. എന്താണ് ഹോസ്പിറ്റലിന്റെ ഫാർമസി എവിടെ സ്ഥിതി ചെയ്യേണ്ടത്? ഗ്രൗണ്ട് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ, പിന്നെ Office of the chief, packing and labeling area, cold storage area, research wing, pharmacy storeroom, library. radioisotope storage ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫാർമസിയിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന്. നമ്മൾ മിക്കവരും ഹോസ്പിറ്റൽ ഫാർമസി ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ, ഒന്ന് പറയാമോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെന്ന്? ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു കബോർഡ് അല്ലെങ്കിൽ ഒരു ഷെൽഫ്, റോസ്, റെഫ്രിജറേറ്റർ, ഓരോ മെഡിസിൻസും വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രോവേഴ്സ് ഉണ്ടാവും. പിന്നെ അവർക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ്, മീൻസ് മെഡിസിൻ എടുത്ത് കൊടുക്കാനുള്ള ടേബിളും അത് ചെയ്യാനായിട്ടുള്ള എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ബില്ലിങ്ങിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകും. റെഫ്രിജറേറ്റർ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പ്രിസ്ക്രിപ്ഷൻ കേസ്, അതായത് നമുക്ക് ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസ് അതെങ്ങനെയാ അവര് സൂക്ഷിക്കുക? ഫയലുകൾ ആക്കിയിട്ടായിരിക്കും അല്ലെ? ഓരോ ഡോക്ടർ അടുത്തുനിന്ന്, ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർ അടുത്തുനിന്ന് എന്താ ഫാർമസിയിലേക്ക് ഫയലുകൾ വരും. അതാണ് പ്രിസ്ക്രിപ്ഷൻ കേസ്. ഓക്കെ, പിന്നെ സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. ഈ ഓരോ മെഡിസിൻസ് സൂക്ഷിക്കാനുള്ള കബോർഡ്സും ഷെൽഫുകളും ഉണ്ടാവണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് മെഡിസിൻസ് പേര് എഴുതിങ്ങാണ്ട് ഓരോ കബോർഡിന്റെ ഇവിടെ ഒട്ടിച്ചേക്കണ കാണാൻ പറ്റില്ലേ? കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പറഞ്ഞേക്കണേ. പിന്നെ സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസ്. എന്താണ് ക്യാബിനറ്റുകൾ? ചെറിയ ചെറിയ ക്യാബിനറ്റുകൾ, ഡ്രോയർ ഉള്ളത് ഉണ്ടായിരിക്കണം. പിന്നെ വർക്ക് ടേബിൾ ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. റെഗുലർ ആയിട്ടുള്ള മരുന്നുകൾ വിതരണത്തിന് വേണ്ടിയിട്ട് വർക്ക് ടേബിളും കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ മരുന്നുകൾ മേടിക്കാനായിട്ട് കൗണ്ടർ എഴുതി വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? 1 2 3 4 എന്ന് പറഞ്ഞിട്ട്
എന്നിട്ടിപ്പോ ചിലര് ടോക്കൺ വിളിക്കണ ആ സെക്ഷൻ അങ്ങനെയുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും നമ്മള് കൗണ്ടറിൽ ഇന്ന കൗണ്ടറിലേക്ക് പോകുക എന്നൊക്കെ പറയില്ലേ, കൗണ്ടർ നമ്പർ 1 അടുത്ത് ചെല്ലാന്നും പറഞ്ഞ പേര്. Yes, ma'am. അതാണ് വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് എന്തുണ്ടായിരിക്കണം? സിങ്ക് പറയണ്ടല്ലോ. നമ്മ സിങ്ക് കണ്ടിട്ടില്ലേ? കൈയൊക്കെ കഴുകുന്നതൊക്കെ കിച്ചണിൽ ഉണ്ടാവില്ലേ സിങ്ക്? സിങ്ക് cabinet to store mortar. Cabinet to store mortar and pesticides. അതായത് നമ്മുടെ മോർട്ടറും പെസ്റ്റിൽസ് കീടനാശിനികൾ അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ക്യാബിനറ്റ് വേണം. പിന്നെ കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ. നമ്മുടെ ഗ്ലാസ് പാത്രങ്ങള്, യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങള്, ഫ്ലാസ്കുകള്, ഫണല്, ബീക്കർ, ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് കബോർഡ് വേണം. ഈ സാധനങ്ങൾ മാത്രം സൂക്ഷിക്കാനായിട്ടുള്ള കബോർഡ് വേണം. റെഫ്രിജറേറ്റർ ഓഫ് സൂട്ടബിൾ കപ്പാസിറ്റി. എന്ത് വേണം? നമ്മുടെ ചില മെഡിസിൻസ് എന്താണ്, ഇൻസുലിന് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് എന്ത് വേണം? റെഫ്രിജറേറ്റർ വേണം. അതിനെന്താണ്? സൂട്ടബിൾ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റഡ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക്സ് അതായത് നമുക്ക് സെഡേഷൻ തരാനുള്ള മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാം. ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? നെക്സ്റ്റ് എന്താണ്? ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ഫയൽ ക്യാബിനറ്റും ടെലിഫോൺ കണക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. നിങ്ങൾക്ക് പ്രിന്റില് മ്യൂട്സസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മ്യൂട്സസ് അല്ല, നഴ്സസ് ആണ്. ഹലോ, അത് ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് എന്നാണ് കേട്ടോ. മ്യൂട്സസ് അല്ല, നഴ്സസ് ആണ്. ഇവിടെ കണ്ടില്ലേ? അത് നഴ്സസ് ആണ്. ഔട്ട് പേഷ്യന്റും നഴ്സും തമ്മില് മരുന്നുകൾ കൊടുക്കാനായിട്ട് വിൻഡോസ് വേണം. നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ചെറിയ ചെറിയ വിൻഡോ പോലെ ഉണ്ടാവും ഓരോ കൗണ്ടറിന്റെ അവിടെ. അതിലെ കൂടിയല്ലേ നമുക്ക് ഫാർമസിയിലെ ആളുകൾ മരുന്നുകൾ തരുന്നത്? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. ഇതൊന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. അടുത്തത് സ്റ്റാഫിംഗ്. There should be drug and therapeutic committee for advice and decision making. ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് ഫാർമസിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നത്. ആരാണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. പിന്നെ നെക്സ്റ്റ് ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. ഇപ്പൊ നമുക്ക് ഓരോ ഹോസ്പിറ്റലുകളിലും എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട് അതിനനുസരിച്ചായിട്ടാണ് ആ ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ എണ്ണം തീരുമാനിക്കുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന്റെ വലിപ്പവും അവിടുത്തെ ബെഡിന്റെ സ്പേസ്. അതായത് 50 ബെഡ്സ് ഉള്ളെങ്കിൽ അവിടെ 3 ഫാർമസിയുടെ ആവശ്യമുള്ളൂ ആ ഹോസ്പിറ്റലിന്. അപ് ടു 50 beds 3 pharmacy. Up to 100 beds pharmacy. Ma'am, pharmacist alle. Pharmacist. Sorry. Number of pharmacists. Sorry, doctor. 3 pharmacistന്റെ ആവശ്യമുള്ളൂ. Up to 100 beds ആണെങ്കിൽ എത്ര? 5. Up to 200 beds 8 pharmacists. Up to 300 beds 10 pharmacists. Up to 500 beds എത്രയാണ്? 50 pharmacists.
ഓക്കെ. അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ എത്ര ഫാർമസിസ്റ്റ് വേണം ആ ഹോസ്പിറ്റലില്? 10. ഇത് നിങ്ങൾ നോട്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതി പോകോട്ടാ. അതോടൊപ്പം തന്നെ എന്തെങ്കിലും നിങ്ങളെ ലെക്ചർ നോട്ടായോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ. എന്തൊക്കെയാ എക്യുപ്മെന്റ്സ് ആ ഫാർമസിയിൽ ആവശ്യമുള്ളത്? പ്രിസ്ക്രിപ്ഷൻ കേസ്, special cupboard, ഡ്രഗ് സ്റ്റോക്കുടെ കബോർഡ് വിത്ത് പ്രോപ്പർ ഷൂസ് ആൻഡ് ഡ്രോസ്, work tables, cabinet, റെഫ്രിജറേറ്റർ, Sink with drain board, office desk with telephone connection and file cabinet, fencing window for nurses and cabinet to store mortar and pestles, cupboard for glass utensils, flasks, bells and beakers. നെക്സ്റ്റ് ഫാർമസിസ്റ്റ് ഓരോ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് എത്ര ഫാർമസിസ്റ്റ് വേണം എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫ്ലോ ചാർട്ട് ഫോർ റിക്വയർമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഫ്ലോ ചാർട്ട് ആണ്. അപ്പൊ ഹെഡ് ഓഫ് ദ ഫാർമസി ആരാണ്? ഡയറക്ടർ. ഹെഡ് ഓഫ് ദ ഫാർമസി ആരാണ്? Director. ഡയറക്ടർ. അത് സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ചീഫ് ഫാർമസിസ്റ്റിന് എന്താണ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. എംഫാം ഉള്ള ആളെയാണ് ചീഫ് ഫാർമസിസ്റ്റ് ആയിട്ട് നിയമിക്കുന്നത്. നത്തിങ് മാം. നെക്സ്റ്റ് എന്താണ്? ഇവരിലെ ഫാർമസിസ്റ്റ്, അതായത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റില് ഒരു ഫാർമസിസ്റ്റ് വേണം. പിന്നെ എന്താണ്? മെഡിക്കൽ സ്റ്റോറിൽ. അപ്പൊ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോർ ചെറിയൊരു മരുന്നുകൾ വെച്ചേക്കുന്ന സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ അതല്ലെങ്കിൽ ഫയൽ എടുക്കുന്നുണ്ട് ആ മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റിന് കൊടുത്തിട്ട് അവരാണ് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ എടുത്ത് തരുന്നത്, ഇല്ലേ? അതെ. അതാണ് മെഡിക്കൽ സ്റ്റോറ്. പിന്നെ 2 ഫാർമസിസ്റ്റ് ഡിസ്പെൻസിങ്. അതെന്താണ്? ഔട്ട് പേഷ്യന്റിന് മരുന്നുകൾ കൊടുക്കാനായിട്ട് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് 2 ഫാർമസിസ്റ്റ് വേണം. ഈ കൗണ്ടറിന്റെ അടുത്ത് സിസ്റ്റർമാര് നമുക്ക് മരുന്ന് തരില്ലേ? Yes, ma'am. അതാണ് 2 ഫാർമസിസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവര് ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ്. എന്തിനു വേണ്ടി? ക്വാളിറ്റി കൺട്രോൾ. നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു എന്താണ് ഫങ്ഷൻസിലോ ഒക്കെ പറഞ്ഞിരുന്നില്ലേ? എന്താണ് മെഡിക്കൽ നമ്മുടെ ഫാർമസിയില മെഡിസിൻസിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം? ക്വാളിറ്റി കൺട്രോള് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇല്ലേ? Yes, ma'am. അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റും കൂടി ഉണ്ടായിരിക്കും. ആരൊക്കെയാണ്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആരാണ്? അതിലുണ്ട് ഡയറക്ടറിലുണ്ടെന്ന് പറഞ്ഞത് ആരാ? Superintendent of pharmaceutical pharmaceutical services. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ആരാ? ഫാർമസിസ്റ്റ്. ഡിസ്പെൻസിങ്ങിന് എത്ര ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ട്? 2 pharmacists B farm. ക്വാളിറ്റി കൺട്രോളിന് postgraduate ഫാർമസിസ്റ്റ്. Postgraduate pharmacist. നെക്സ്റ്റ് എന്താണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുണ്ടെന്ന് ഓർമ്മയുണ്ടോ? യെസ് മാം. അതാണ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന്. കഴിഞ്ഞോ? Yes, ma'am. യെസ് മാം. യെസ് മാം.
മെഡിക്കൽ സൂപ്രണ്ടന്റ് അതാരായിരിക്കും? ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ ചെയർമാൻ ആയിരിക്കും മെഡിക്കൽ സൂപ്രണ്ട്. ഓക്കെ. പിന്നെ ഓൾ HODs. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഹെഡ് ഉണ്ടാവും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. മെമ്പർ. യെസ് മാം. HOD എന്ന് പറഞ്ഞാല് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓൾ HODs അവരെല്ലാവരും എന്തായിരിക്കും? ഈ ഡ്രഗ് ആൻഡ് തെറാപ്പി കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ട്. ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ സെക്രട്ടറി. നിങ്ങൾക്ക് ചിലപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഹു ഈസ് ദ സെക്രട്ടറി ഓഫ് ദി ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ചീഫ് ഫാർമസിസ്റ്റ്. Okay. Who is the head of the pharmacy? Director. Director. Member. How much? You tell the how much pharmacies needed? Up to 300 beds of hospital. 10 pharmacists. Okay. 10 pharmacists. Okay. എല്ലാവരും മ്യൂട്ട് ചെയ്തോട്ടാ. നെക്സ്റ്റ് എടുക്കാം. എന്താണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ. Okay ma'am. Next, to prepare of hospital drug formality allada formulary. PDF എടുത്ത് വെച്ചവരാണെങ്കിൽ അതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുത്തിക്കോട്ടാ. ഫോർമാലിറ്റി അല്ല, ഫോർമുലറി. ഓക്കെ. Okay, ma'am. ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഫോർമുലറി. ഇവരുടെ ഫങ്ഷൻസ് എന്താണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ആൻഡ് ഫോർമുലറി. ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ ഡ്രഗ്സിന്റെ എന്താണ് മരുന്നുകളുടെ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുക. Okay. Okay ma'am. To select of manufacturer and suppliers, mode of procurement. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സിനെ ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടതെന്ന്, ഇല്ലേ? അതെ. അപ്പൊ ചെയ്യണേ ഈ പ്രവർത്തനം ആരാ ചെയ്യുന്നേ? അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കുന്നത് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് മാനുഫാക്ചറേയും സപ്ലയേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. Okay ma'am. അവരെ സെലക്ട് ചെയ്താൽ മാത്രം മതിയോ? അവരിൽ നിന്ന് മെഡിസിൻസ് ലഭ്യമാക്കാൻ കൂടി ചെയ്യണ്ടേ? മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് വേണ്ടേ? ഇപ്പൊ കുറെ മെഡിസിൻ സപ്ലയേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു. അവർക്ക് മരുന്നുകള് ഇന്ന മരുന്നുകളൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് അത് മാത്രം ചെയ്താൽ മതിയാ? No ma'am. ആ മരുന്നുകള് ലഭ്യമായോ ഒന്നും കൂടി ഉള്ളത് നോക്കണ്ടേ? Yes ma'am. അതാണ് ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയേഴ്സ് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. മനസ്സിലായോ പോയിന്റ്? Yes ma'am. പിന്നെ നെക്സ്റ്റ് ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. എന്തായിരിക്കും അത്? ഇപ്പൊ നമുക്ക് ഇപ്പൊ പുതിയതായിട്ട് എന്താണ് പുതിയ അസുഖങ്ങളൊക്കെ അല്ലേ കണ്ടുപിടിച്ചത്? ഇപ്പൊ കൊറോണയ്ക്ക് പുതിയ രോഗങ്ങളല്ലേ? Yes ma'am. അപ്പൊ അതിനെന്തേലും പുതിയ വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചില്ലേ? Yes ma'am. അതേപോലെ നമുക്ക് വരുന്ന പുതിയ രോഗങ്ങൾക്കൊക്കെ പുതിയ മെഡിസിൻസും അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടേ? അതൊക്കെ നമ്മൾ ഫാർമസിയിൽ ഉൾപ്പെടുത്തിയും കൂടി വേണ്ടേ?
യെസ് മാം. അതാണ് ടു ആഡ് Yes, ഓഫ് ma'am. ടു ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾ ഡ്രഗ്സ്. ഇപ്പൊ ചില മരുന്നുകളൊക്കെ വിപണിയിൽ നിർത്തലാക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് ചില അസുഖങ്ങൾക്ക് പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പഴയ മരുന്നുകൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം ഹോസ്പിറ്റലിന്റെ ഫാർമസിന്ന്, ഇല്ലേ? വേണ്ടേ? വേണം. ആ, യെസ്. അതാണ് ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. ഓക്കെ Okay, ma'am. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഡ്രഗ് ടു ബി സപ്ലൈഡ് ഇൻ OPD. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാ? ഡ്രഗ്സ് സപ്ലൈ ചെയ്യാം. ഇല്ല. നെക്സ്റ്റ് എന്താണ്? പോളിസി ഫോമിംഗ് No. ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഫാർമസിയിലെ പോളിസീസ് കൊണ്ടുവരാൻ. യെസ് മാം. Yes. പഠിച്ച് അതാണ് പറഞ്ഞത്. എന്താ അങ്ങനെയുള്ള പോളിസികള് നിർമ്മിക്കുന്നതാരാ? ഫോം ചെയ്യുന്നതാരാ? തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. അതുകൂടാതെ അത് ആ പോളിസീസുകൾ നടപ്പിലാക്കിയോ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ മോണിറ്ററൈസ് ചെയ്യുന്നത് ആരാണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. മനസ്സിലായോ? Yes, ma'am. പോളിസി ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. ഓരോ സ്ഥലങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അതിന്റെയൊക്കെ സുഗമമായ നടപ്പിന് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ എന്ത് വേണം? ഓരോ പോളിസീസുകളും അവർക്ക് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആവശ്യമല്ലേ? Yes. വേണ്ടേ? അതല്ല. അതേപോലെ ഈ ഫാർമസിയിലെ സുഗമമായ നടപ്പിന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ എന്ത് വേണം? പോളിസീസ് വേണം. അതൊക്കെ കൊണ്ടുവരുന്നത് ആരാ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. മനസ്സിലായോ? Yes, ma'am. പിന്നെ ടു ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി. ആദ്യത്തെ ഇതിൽ പറഞ്ഞിരുന്നില്ലേ നമ്മ ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് ക്വാളിറ്റി നോക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? Yes. ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ്. ഫാർമസിയിലെ ഓരോ റെക്കോർഡ്സ് ഉണ്ടാവും. എന്തിനെ കുറിച്ചായിരിക്കും? അവിടുത്തെ മെഡിസിൻസ്, ഇന്ന മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ട്, ഇത്ര മരുന്നുകൾ അവിടെ സ്റ്റോക്ക് കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ റെക്കോർഡ്സ് ഉണ്ടാവില്ലേ? ആ മരുന്നുകള് ആ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുന്നതും ഡ്രഗിന്റെ ക്വാളിറ്റി, മരുന്നുകളുടെ ക്വാളിറ്റി നോക്കുന്നത് ചെക്ക് ചെയ്യുന്നതൊക്കെ ആരാ? ഈ കമ്മിറ്റിയാണ്. പിന്നെ ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഈ ബുക്കിലെ യുഡയോ to maintain of drug standard and quality control. Budgeting and for pharmacy side. To maintain of drug standard and quality control. എന്ത് ചെയ്യാ? ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, അതായത് കൊള്ളൂലാത്ത ചീപ്പായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് ഫാർമസിയിൽ യൂസ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുമോ? Yeah. No. അതൊക്കെ എന്താണ്? ഈ പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം. ഇതൊക്കെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. പിന്നെ ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ്. ഇപ്പൊ നമുക്കറിയാം ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾക്ക് എന്തുണ്ട്? പാക്കിംഗ് ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. നമ്മൾ മേടിക്കുന്ന മെഡിസിൻസ് പാക്കിൽ തന്നെ അറിയാം ഇല്ലേ? എക്സ്പയറി ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ കളയും ഇല്ലേ? ഡിസ്പോസ് ചെയ്യും. അതേപോലെ ഈ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉള്ള സ്റ്റോക്ക് ഉള്ള മരുന്നുകളില് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളെ ഡിസ്പോസ് ചെയ്യുന്നത് ഫംഗ്ഷൻ പ്രവർത്തനം ആർക്കുള്ളതാ? ഈ ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രവർത്തനമാണ്. ഓക്കെ മാം. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും.
മാം 2 പോയിന്റ് മാം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? To develop drug information system and budget demand for pharmacy. സോറി കേട്ടോ, പറഞ്ഞതാണ്. ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. ഫാർമസിക്ക് ആവശ്യമായ ബഡ്ജറ്റ്, ക്യാഷ്, അതാരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓരോ മെഡിസിൻസ് പർച്ചേസ് ചെയ്യാനും ആരാണ്? എന്താ ഈ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബഡ്ജറ്റ് കൊടുക്കുന്നത് ആരാ? ഈ ഡ്രഗ് ആൻഡ് therapeutic committee. ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുന്നത് ആരാ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, അതിലുണ്ടല്ലേ പറയാന്? Yes, ma'am. ഒന്ന് വായിച്ചു നോക്കിയാ ഫങ്ഷൻസ് ഒന്ന്. To prepare of hospital drug formulary. ഹോസ്പിറ്റലിലെ ഡ്രഗിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഏതൊക്കെ മെഡിസിൻസ് ഏതൊക്കെ ആവശ്യമുണ്ടെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. പിന്നെ ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയേഴ്സ്, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. ഈ ഫാർമസിയിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്നതും അവരുടെ മാനുഫാക്ചറിനൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഈ കമ്മിറ്റിയാണ്. കൂടാതെ അവരിൽ നിന്നുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതും ഇവരാണ്. പിന്നെ ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, പുതിയ മരുന്നുകൾ ഉൾപ്പെടുത്തുക, പഴയ മരുന്നുകളെ ഡിലീഷൻ ചെയ്യുക. ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD. നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് മരുന്നുകൾ സപ്ലൈ ചെയ്യാം. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ പോളിസീസ് ഫോം ചെയ്യുകയും അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബഡ്ജറ്റ് കൊടുക്കാം. ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ വികസിപ്പിച്ചെടുക്കുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ടു ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി. ഫാർമസിയിലെ റെക്കോർഡ്സും പിന്നെ കൂടാതെ ഈ ഫാർമസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മരുന്നിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഈ കമ്മിറ്റിയാണ്. ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. To maintain of drug standard and quality control. എന്താ ഡ്രഗിന്റെ മെയിൻറ്റെയിൻസും പിന്നെ കൂടാതെ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? സ്റ്റാൻഡേർഡ് നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകളാണോ, സ്റ്റാൻഡേർഡ് ഉണ്ടോ, ചീപ്പാണോ, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളെ നശിപ്പിച്ച് കളയുന്നത് കൂടി ഈ കമ്മിറ്റിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. മനസ്സിലായി എല്ലാവർക്കും? Yes, ma'am. ഇന്നത്തെ എന്തൊക്കെ പഠിച്ചെന്നമ്മ? ഓക്കെ, എന്തൊക്കെ പഠിച്ചെന്ന്? എക്യുപ്മെന്റ്സ്. ഫാർമസിയിൽ ആവശ്യമായ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? പ്രിസ്ക്രിപ്ഷൻ കേസ്, പിന്നെ drugs, cupboard, proper shelf and drawers, sectional drawer, cabinet with cupboard base,
Cupboard base. Work tables and counters for regular dispensing. Sink with a drain board. Sink with the drain board, cabinet to store Cabinet to store water and cupboard for glass tunnels and beaker, refrigerators of suitable capacity. Narcotics safe with Hello, Miss. telephone connection and pipe മോട്ടറിന്റെ ഇതെന്താ മോട്ടർ മോട്ടർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ക്ലേ ഒക്കെ ഇല്ലേ അതേപോലത്തെ സാധനം. എന്തെന്ന് ക്ലേ ഇല്ലേ ക്ലേ ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ യൂസ് ചെയ്യൂലേ നമ്മൾ ഈ എന്നിട്ടാ കാലപ്പൊടിയൂലേ അപ്പൊ നമുക്ക് പ്ലാസ്റ്റർ ഇടാനായിട്ട് ഒരു ഉള്ളില് ഒരു സാധനമൊക്കെ വെച്ച് കെട്ടൂലേ. പ്ലാസ്റ്റിക് മോർട്ടർ ആൻഡ് പെസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ കീടനാശിനികൾ. അത് നിങ്ങൾ ഓരോന്ന് വായിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോക്കോട്ടെ. പിന്നെ നെക്സ്റ്റ് ഡൗട്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. സ്റ്റാഫിങ് എത്ര ബെഡിന്റെ സ്ട്രെങ്ത്തിന്റെ അനുസരിച്ചാണ് ഫാർമസിസ്റ്റുകളുടെ നമ്പർ റിഫർ ചെയ്യുന്നത്. അതിനൊന്ന് ക്വസ്റ്റ്യൻ വരാട്ടോ. പിന്നെ ഫ്ലോ ചാർട്ട്. പിന്നെ എന്താണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് ആരൊക്കെ ഉൾപ്പെടുന്നതെന്ന് മെഡിക്കൽ സൂപ്രണ്ട്, കോളേജ് ഓഡീസ്, നഴ്സിംഗ് സൂപ്രണ്ട് ആൻഡ് ചീഫ് ഫാർമസിസ്റ്റ്. നെക്സ്റ്റ് എന്താണ് ഇതിന്റെ ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഇപ്പൊ പറഞ്ഞല്ലോ. ഇതിലാർക്കും ഫങ്ഷൻസിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. No, ma'am. No, ma'am. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് പറയൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഫങ്ഷൻസിലാണോ? Okay, to select of manufacturer and suppliers, mode of procurement. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ഫാർമസിയില് ഫങ്ഷൻസിലല്ലേ പറഞ്ഞേ. എന്താണ് വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ ഒരു പോയിന്റ് പറഞ്ഞത്? അതെ അത് ഓക്കെ. അപ്പൊ എന്താണ് ടു സെലക്ട് ഓഫ് ഇങ്ങനെയുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. സെലക്ട് ഓഫ് മാനുഫാക്ചർ നിർമ്മാതാക്കളെ അത് സപ്ലൈ ചെയ്യണ വിതരണക്കാരൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അവരെ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാ, അവരിൽ നിന്നുള്ള മരുന്നുകളുടെ ലഭ്യതയും കൂടി ഉറപ്പുവരുത്തണ്ടേ? വേണം വേണം. അതാണ് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. മനസ്സിലായോ? നെക്സ്റ്റ് എടുക്കാമല്ലോ അപ്പൊ നമുക്ക്. Yes, ma'am. ഹോസ്പിറ്റൽ ഫോർമുലറി. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഡ്രഗ് ലിസ്റ്റ്. നോട്ട് ചെയ്തോട്ടാ അപ്പൊ തന്നെ. പറയാലത്? Yes, ma'am. ഒരാളൊന്ന് വായിക്കോ? No hospital pharmacy can perhaps stock every medication that its concerned doctor may want to prescribe for their parents who are hospitalized. Second point, Drug and Therapeutic Committee consists of a list of medications that the hospital pharmacy stocks along with the information about each medication. The committee that collects information about the hospital formulary meets regularly to make changes as necessary. Third point, doctors use the formulary to find out which medications the hospital has available to treat a given symptoms or condition. They also check it to ensure that they do not prescribe medications that can cause perilous interactions with other medications. Last point, the committee select medications based on their effectiveness, their cost, and the need for them at each particular hospitals. Okay. Varayateda. No hospital pharmacy can have stock every medication that its concerned doctor may want to prescribe for their patients who are hospitalized.
ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ എന്താന്ന് വെച്ചാൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഓരോ ഹോസ്പിറ്റലിലും. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ കൺസേൺഡ് ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്നുകള് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലും ലഭ്യമാവണമെന്നില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചിലപ്പോ ഹോസ്പിറ്റലിൽ പോയി കണ്ട് നമ്മുടെ ഫയൽ എടുത്ത് കഴിയുമ്പോ അവിടുത്തെ ഫാർമസിയിലെ ആളുകൾ പറയും ഈ മരുന്ന് ഇവിടെ ഇല്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങണം എന്നൊക്കെ പറയും. ഇല്ലേ? എന്താ അനുഭവം ഇല്ലേ ഇതൊക്കെ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലുകളിൽ അവിടുത്തെ കൺസേൺ ഡോക്ടർ എഴുതി കൊടുക്കുന്ന എല്ലാ മരുന്നുകളും ആ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാൻ കഴിയണം എന്നില്ല. ഓക്കെ ഡോട്ടില്ലേ? അടുത്തത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ദി മെഡിക്കേഷൻസ് that the hospital pharmacy stocks along with the information about each medication. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് ഈ ഫാർമസിയിലുള്ള എല്ലാ മരുന്നുകളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഏതൊക്കെ മരുന്നുകൾ ആ ഫാർമസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മ പാരസെറ്റാമോൾ കഴിക്കും ഇല്ലേ? പനിക്ക് എന്താണ് പാരസെറ്റാമോളാണ് കഴിക്കുന്നത് അല്ലേ? നമ്മ പനിക്ക് മാത്രം കഴിക്കുള്ളൂ ആ പാരസെറ്റാമോളോ? ആണോ? എന്തെങ്കിലും തലവേദന അതെന്തെങ്കിലും പെയിനുകൾ വരുമ്പോഴും നമ്മ കഴിക്കില്ലേ ആ മെഡിസിന്? അപ്പൊ അതാണ് പറയുന്നത്, ഓരോ മെഡിസിനും ഇന്ന രോഗത്തിന് ഉപയോഗിക്കാം. അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ലിസ്റ്റ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ അത്? The committee that collects information about the hospital formulary meets regularly to make changes as necessary. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാനായിട്ട് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റികള് എല്ലാ ദിവസവും മീറ്റ്സ് റെഗുലർലി സ്ഥിരമായി എന്തിനൂടും മീറ്റിങ്ങുകൾ കൂടുന്നത്. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ എന്താണ്, ചില മരുന്നുകളുടെ സ്റ്റോക്ക് കുറയും ഇല്ലേ? ചില ദിവസങ്ങൾ ആ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ സ്റ്റോക്ക് അവർക്ക് എന്ത് ചെയ്യണം? വരുത്തണ്ടേ? അതല്ലെങ്കിൽ പുതിയ മരുന്നുകള് ഫാർമസിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇവരെന്ത് ചെയ്യും? നെസസറി റെഗുലർ ആയിട്ട് ഒരു മീറ്റിംഗ് കൂടാറുണ്ടെന്ന്. ഓക്കെ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കയ്യില് കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ്. എന്താണ്, എങ്ങനെയുള്ള ലിസ്റ്റ് ആണ് അവരുടെ കയ്യിലുള്ളത്? ഈ ഫാർമസിയില് ഇൻക്ലൂഡ് ചെയ്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ മരുന്നുകളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് അവരുടെ ഉണ്ടാവും. അതെന്താണ്? ഇന്ന മരുന്നുകൾ ഈ ഫാർമസിയിലുണ്ട്, ഈ മരുന്നുകൾ ഇന്ന ഡിസീസിനാണ് യൂസ് ചെയ്യുന്നത് ഉള്ളത്, അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഓക്കെ മാം. പിന്നെ ഈ ഫാർമസിയില് എന്തെങ്കിലും നെസസറി ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഇവര് റെഗുലർ ആയിട്ട് ഒരു മീറ്റിംഗ് കൂടാറുണ്ട്. The committee that collects information about the hospital formulary meets regularly to make changes as necessary. എന്തായിരിക്കും? ചില മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ മരുന്നുകൾ കൊണ്ടുവരണം. അങ്ങനെ ഏത് സപ്ലയേഴ്സിന്റെ അടുത്തുനിന്ന് ആ മരുന്ന് വരുത്തണം, എന്ന് വരുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ പുതുതായി മരുന്നുകൾ ആഡ് ചെയ്യേണ്ടത്, അതേതൊക്കെ മരുന്നുകൾ പുതുതായി ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനായിട്ട് ഇവര് മീറ്റിംഗ് കൂടുന്നു. ഇത് മനസ്സിലായോ? Yes, ma'am. നെക്സ്റ്റ് എടുത്താലോ? Yes, ma'am. Doctors use the formulary to find out which medication the hospital has available to treat a given symptoms or condition. They also എന്താണ്, ഡോക്ടേഴ്സിന്റെ അടുത്തും ഈ ഫോർമുലറി, ഈ ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാവും. അത് വെച്ച് കാണിട്ട് ആ ഡോക്ടേഴ്സിന് ഓരോ അസുഖത്തിന്, ഓരോ സിംറ്റംസ്, ഓരോ ലക്ഷണങ്ങളുള്ള രോഗത്തിന് ഏത് മെഡിസിൻസ് കൊടുക്കാന്ന് തീരുമാനിക്കാൻ പറ്റുന്നു.
അപ്പൊ നമുക്ക് തന്നെ അറിയാം ഡോക്ടേഴ്സിന്റെ അടുത്തൊരു ഇതുണ്ടാവില്ലേ, കമ്പ്യൂട്ടർ ഉണ്ടാവും, അതിൽ അവർ ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് മരുന്നുകളൊക്കെ അവർ എഴുതി തരാൻ, അല്ലേ? Yes, ma'am. Yes, അതാണ് ഡോക്ടേഴ്സ് യൂസ് ഡോക്ടേഴ്സ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കയ്യിലുള്ള ഈ ഫോർമുലറി, ഈ ഡ്രഗ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പേഷ്യൻസിന് മരുന്നുകൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ. Okay, ma'am. Okay, ma'am. They also check it to ensure that they do not prescribe medication that can cause perilous interaction with other medications. ഇവർക്ക് ഈ ഡ്രഗ് ലിസ്റ്റ്, ഈ ഡോക്ടേഴ്സിന് ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കി കണ്ടിട്ട് അവര് പ്രിസ്ക്രൈബ് ചെയ്യണ മെഡിസിൻസ് ഏതെങ്കിലും മരുന്നുകളുമായി ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, സൈഡ് എഫക്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടോന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിന്? അതൊന്നുകൂടി പറയാം മാഡം. എന്ന് വെച്ചാല് ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണ് മരുന്ന്, ഈ പേഷ്യന്റ് വേറെ ഏതെങ്കിലും മരുന്ന് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് മരുന്നും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള, ചിലപ്പോ ഉണ്ടാക്കാം, എല്ലാവർക്കും ഇല്ല, ചിലപ്പോ ഉണ്ടാക്കാം. അത് ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കി കണ്ടിട്ട് ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. Okay, ma'am. അതിന് നമ്മൾ പറഞ്ഞില്ലേ ഡ്രഗ് ലിസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഈ മരുന്നുകൾ എന്തൊക്കെ രോഗത്തിന് ഉപയോഗിക്കാം, ഇതിന് എന്തൊക്കെ സൈഡ് എഫക്ട് ഉണ്ട്, എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടേഴ്സിന് ഈ ഡ്രഗ് ലിസ്റ്റ് ഇതാ ക്ലിയർ അല്ല? ഈ പോയിന്റ് ആണോ? മൂന്നാമത്തെ പോയിന്റ് ആണോ? അതെ മാം. ഓക്കെ. എന്താന്ന് വെച്ചാല് ഡോക്ടേഴ്സിന് എന്താണ് ഓരോ അസുഖത്തിനും ഇന്ന മരുന്ന് റെഫർ ചെയ്യാന്ന് ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നു. ഡോക്ടേഴ്സ് യൂസ് ഫോർമുലറി, ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കിയിട്ട് ഡോക്ടേഴ്സിന് ഏതെങ്കിലും മരുന്ന് കഴിക്കുമ്പോ ഏതെങ്കിലും മരുന്നുകളുടെ കൂടെ യൂസ് ചെയ്യുമ്പോ എന്തെങ്കിലും പെരിലസ് ഇന്ററാക്ഷൻ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പറയാലോ? Okay, the committee selected medication based on their effectiveness, their cost, and the need for them at each particular hospital. The committee select medication. ഈ കമ്മിറ്റി, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എങ്ങനെയുള്ള മരുന്നുകളാണ് സെലക്ട് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ their effectiveness. ഈ മരുന്നുകൾ എത്രത്തോളം ഇഫക്റ്റീവ് ആവും, എത്രത്തോളം ഫലപ്രാപ്തിയാവും, ഈ മരുന്ന് കഴിച്ചാൽ ആരോഗ്യക്ക് എത്രത്തോളം അസുഖം ഭേദമാവും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ മരുന്നുകളുടെ കോസ്റ്റ്, കൂടാതെ നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പെർട്ടിക്കുലർ, ഓരോ ഹോസ്പിറ്റലിനും ആവശ്യമായ മരുന്നുകളുമായിരിക്കും ആ തെറാപ്യൂട്ടിക് കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് പറഞ്ഞില്ലേ നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ. അത് ഞാൻ പറയാം, ഒരു ഹോസ്പിറ്റലില് പീഡിയാട്രിക് സെക്ഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, ആ ഹോസ്പിറ്റലിലെ തെറാപ്യൂട്ടിക് കമ്മിറ്റി പീഡിയാട്രിക് മെഡിസിൻസ് അവര് വാങ്ങിച്ചു കഴിഞ്ഞാല്, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് നല്ല വേണോ? വേണ്ട. ആവശ്യമില്ലല്ലോ. അതാണ് ആ ഹോസ്പിറ്റലിന് ആ മെഡിസിൻസിന്റെ ആവശ്യമില്ല. അതാണ് പറയുന്നത്. ആൻഡ് ദ നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പെർട്ടിക്കുലർ. ഇപ്പൊ മനസ്സിലായില്ല? ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റി ഓരോ മെഡിസിൻസും എങ്ങനെയുള്ള മെഡിസിൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദെയർ ഇഫക്റ്റീവ്നെസ്. ആ മെഡിസിന് എത്രത്തോളം ആ അസുഖത്തിന് എഫക്റ്റീവ് ആവും, ഫലപ്രാപ്തി ഉണ്ടാക്കും എന്നതിന്റെ അടിസ്ഥാനത്തില്. കൂടാതെ ആ മരുന്നിന്റെ കോസ്റ്റ്, ഒരുപാട് കോസ്റ്റ് ആണ് ആ മരുന്നിന്. അവരെ പഠിച്ചിട്ട് ആ മരുന്ന് പറ്റില്ല, അങ്ങനെയാണ് മരുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? കോസ്റ്റ് നോക്കണം. പിന്നെ ഇപ്പൊ പീഡിയാട്രിക്
സെക്ഷൻ ഇല്ലാത്ത ഹോസ്പിറ്റലില് പീഡിയാട്രിക് മെഡിസിൻസ് അവർ പർച്ചേസ് ചെയ്ത് അവർക്ക് അത് ഉപകാരത്തിൽപ്പെടോ? No, ma'am. ആവശ്യമില്ല. ഇല്ല. No. അപ്പൊ അവർക്ക് ആ മെഡിസിൻസ് ആവശ്യമില്ല. അപ്പൊ ആവശ്യമുള്ള മെഡിസിൻസ് മാത്രമേ ഈ ഹോസ്പിറ്റലിലെ തെറാപ്യൂട്ടിക് കമ്മിറ്റി പർച്ചേസ് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ മനസ്സിലായ പോയിന്റ്? ഈ പോയിന്റ് ഒന്ന് നോക്കിയേ എല്ലാവരും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. ആദ്യത്തെ പോയിന്റ് ഒരാളൊന്ന് വായിച്ചേ. അഞ്ചു വായിച്ചേ ഒന്ന്. ഇല്ല, അഞ്ചില്ല. ആരെങ്കിലും വായിക്കേ. No hospital pharmacy can perhaps stock every medication that its concerned doctor may want to prescribe for their patients who are hospitalized. അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ എല്ലാം തന്നെ നമ്മുടെ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, Drug and Therapeutic Committee consists of list of medications that the hospital pharmacy stocks along with the information about each medications. അത് ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഡിക്കേഷൻസിന്റെയും ലിസ്റ്റ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കയ്യിലുണ്ടാവും. ലിസ്റ്റും അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ ആവശ്യം, എന്തൊക്കെ ഇൻഫർമേഷൻസ്, മെഡിസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും അതിന്റെ ലിസ്റ്റും സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കയ്യിലുണ്ടാവും. The committee that collects information about the hospital formulary meets regularly to make changes as necessary. അപ്പം എന്തെങ്കിലും മീറ്റിംഗ്, അതായത് എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ വരുത്താനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ദിവസവും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അടുത്തത് നെക്സ്റ്റ് അടുത്ത ആള് വായിച്ചേ. എന്താണ് മനസ്സിലായില്ലേ? ആ പോയിന്റ് മനസ്സിലായില്ലേ? ആ പോയിന്റ് വന്നേക്കണോ? Doctors use the formulary to find out which medication the hospital has available to treat a given symptom or condition. Doctors ഈ ഫോർമുലറി സിംറ്റംസും കണ്ടീഷൻസും അനുസരിച്ചിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. ഓരോ മെഡിസിനും എന്തിനാണുള്ളത്. Okay. They also check into ensure that they do not prescribe medications that can cause perilous interactions with other medications. അവര് എന്തെങ്കിലും അതർ മെഡിക്കേഷൻസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാല്, ഇന്ററാക്ഷൻ ആയി കഴിഞ്ഞാല് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരോഗ്യക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ഡ്രഗ് ലിസ്റ്റ് ഡോക്ടേഴ്സിന് ഉപയോഗിക്കാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. Okay. Next. The committee select medications based on their effectiveness, their cost, and the need for them at each particular hospital. കമ്മിറ്റി മെഡിക്കേഷൻ സെലക്ട് ചെയ്യുന്നത് അതിന്റെ എഫക്റ്റീവ്നെസ്, കോസ്റ്റ്, പിന്നെ ആ ഹോസ്പിറ്റലിന് ആ ഒരു മരുന്ന് ആവശ്യമുണ്ടോ അതിന്റെ ബേസിലായിരിക്കും കമ്മിറ്റി സെലക്ട് ചെയ്യുക മെഡിസിൻസ് അവര് സെലക്ട് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത് മെഡിസിൻസ് എഫക്റ്റീവ്നെസ്സും കോസ്റ്റും പിന്നെ ആ ഹോസ്പിറ്റലിന് ആ മെഡിസിൻ ആവശ്യമുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മെഡിസിൻസ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത്. ഓക്കെ മാം. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മള് ഇന്നലെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ കുറെ പഠിച്ചില്ല. അപ്പൊ അതിനൊക്കെ എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരിക? നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ കൂടാതെ PDF കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഈ പോയിന്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണാപ്പാടം പഠിക്കണം. എങ്ങനെയാ അതിന്റെ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സ് എന്താണ്, തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് ഇല്ല, നമുക്ക് ജസ്റ്റ് ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ ഇല്ലേ?
ഹലോ മാം അത് കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. എക്സാം ഇതിന്റെ ടെസ്റ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? മന്ത്ലി അങ്ങനെ ഡെയിലി ആണോ? എങ്ങനെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ? മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതായത് അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നപ്പോ നിഷാമിസ് പറഞ്ഞിരുന്നില്ലേ? യെസ് മാം. ഓക്കെ, നമുക്ക് ഓരോ മൊഡ്യൂളൊക്കെ കഴിയുമ്പോഴായിരിക്കും എക്സാം മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തും. ഉണ്ടായിരുന്നല്ലോ മാം മോക്ക് ടെസ്റ്റ് ഇന്നലെ എടുത്ത ചാപ്റ്ററിന്റെ ഫാർമസിന്റെ തന്നെ ഫസ്റ്റ് പാർട്ടിന്റെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാം, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാം. നാളെ അറ്റൻഡ് ചെയ്തായിരുന്നു. ഹലോ മാം. അറ്റൻഡ് ചെയ്തിരുന്നു. ഇടുന്നു പറഞ്ഞു, പക്ഷെ ക്ലാസ് റൂമിൽ അതിന്റെ PDF കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്ലാസ്സിലാണോ ഉണ്ടാവുക? PDF കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട് മാം. പിന്നെ എന്തൊക്കെ പഠിച്ചു? നമ്മ ഫാർമസിയിലെ എക്യുപ്മെന്റ്സ് പഠിച്ചു. ഹലോ എക്യുപ്മെന്റ്സ് ഓഫ് ഫാർമസി. പിന്നെ എന്താണ്, എത്ര ഫാർമസിസ്റ്റ്, ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച്. പിന്നെ എന്താണ്, ഒരു ഫാർമസിയുടെ ചാർട്ട് പഠിച്ചില്ലേ? ഡയറക്ടർ, ചീഫ് സൂപ്രണ്ടർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. പിന്നെ ആരൊക്കെ വേണം? ഒരു ഫാർമസിസ്റ്റ് വേണം. അതെന്താണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷന്. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫാർമസിസ്റ്റ്. പിന്നെ ഡിസ്പെൻസിങ് ചെയ്യാനായിട്ട് പേഷ്യന്റിന് മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാൻ ഒരു ഫാർമസിസ്റ്റ്. പിന്നെ എന്താണ്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആരൊക്കെയാ? മെഡിക്കൽ സൂപ്രണ്ട്, ഓൾ HODs, നഴ്സിംഗ് സൂപ്രണ്ട്, പിന്നെ ചീഫ് ഫാർമസിസ്റ്റ്. പിന്നെ ഫങ്ഷൻസ് പഠിച്ചു. പിന്നെ ഹോസ്പിറ്റലിലെ എന്താണ്, ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ചും പഠിച്ചു. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് നോക്കുക. ഓക്കെ, ഇന്ന് ഇത്രയും എടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും പോവാൻ പറ്റേ? ഹലോ, ഞങ്ങൾ ഗ്രൂപ്പിന്റെ കേസ് പറഞ്ഞില്ലേ? അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. PDF കിട്ടാത്തവർക്കൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞ ക്ലിയർ ആയില്ല. അതായത് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതിലേക്ക് ഞങ്ങൾക്ക് നമ്പർ തന്നിട്ട് ഒന്നുകൂടി തരാം. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് നിങ്ങളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ ഒന്ന് പറയോ? ഇത് കോഡ് ഫസ്റ്റ് ഇത് പറയുന്നത് കോഡാണ് S971 54 20 27 108. നമ്പർ പോലുണ്ടല്ലോ. ഇത് എന്റെ വാട്സാപ്പ് നമ്പർ ഗൾഫാണ്, അതുകൊണ്ടാണ്. ഒന്നും കൂടെ അത് 971 കോഡാണ്. കോഡിന് മുന്നേ പ്ലസ് അടിക്കണം. കോഡാണ് 971 54 20 27 108. പേരെന്തുവാ? അനില. ഓക്കെ, നിങ്ങള് ഒരു ഡൗട്ട് ഉണ്ട്. ആരെങ്കിലും അറിയോ? ഇന്നലെ പിന്നെ
ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ PDF കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ മീറ്റിലാണോ വരുന്നത്, അല്ല ഗൂഗിൾ ക്ലാസ് റൂമിലാണോ വരുന്നത്? നമ്മള് ഗൂഗിൾ മീറ്റില് മുന്നിട്ടിട്ടുണ്ട് അതിൻ്റെത്. അതെങ്ങനെ എടുക്കും? ഗൂഗിൾ മീറ്റ് അല്ല, ഗൂഗിൾ ക്ലാസ് റൂം, സോറി, ഗൂഗിൾ ക്ലാസ് റൂമില് ഇപ്പൊ ഇന്നലെ എടുത്ത മാഡത്തിന്റെ റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്, നമ്മുടെ PDF നമുക്ക് മുന്നിട്ട് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ PDF കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറുമ്പോ ഞാൻ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം, ഗ്രൂപ്പിലിടാം. നിങ്ങൾ എല്ലാവരും കയറി കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ഇടാന്താണ് നല്ലതെന്ന് വെച്ചിട്ട്